ഇന്നെൻ്റെ യാത്രയിൽ ഞാൻ ഭാരതപ്പുഴയുടെയും പെരിയാറിൻ്റെയും ദൃശ്യഭംഗിയും നിലവിലെ അവസ്ഥയുമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. കേരളത്തിലെ മിക്ക ജലാശയങ്ങളിലും 3-4 ദിവസം തോരാതെ മഴ പെയ്താൽ കരകവിഞ്ഞൊഴുകി ഇരു കരകളിലും താമസിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി വെള്ളപ്പൊക്കമായി മാറുക പതിവാണ്. മഴ മാറി 1-2 ദിവസം കൊണ്ട് വെള്ളം വലിഞ്ഞ് മാറുകയും ചെയ്യും. എൻ്റെ ബലമായ സംശയം, വെള്ളം ഒഴുകി വന്ന് എക്കലും മണലും ചെളിയും അടിഞ്ഞുകൂടുന്നത് മൂലം ജലാശയങ്ങൾ നികരുന്നതുകൊണ്ടാവാം പെട്ടെന്ന് വെള്ളപ്പൊക്കമായി മാറുന്നത്. പണ്ട് കാലത്ത് ജലാശയങ്ങളിൽ നിന്ന് വള്ളങ്ങളിൽ മണൽ വാരുക പതിവായിരുന്നു. അന്നൊരു വള്ളക്കാരൻ, മണൽ കോരുന്നവർ, ലോറി ഡ്രൈവർ എന്നിവരുടെ സ്ഥിര വരുമാന മാർഗവും മണലിന് വിലക്കുറവും ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, മണൽ ജലാശയങ്ങളിൽ കുന്നുകൂടാറും ഇല്ലായിരുന്നു. അന്ന് ജലാശയങ്ങളിൽ വെള്ളം കെട്ടിനിന്ന് സമീപത്തെ കിണർ, കുളം എന്നിവയിലേക്ക് നീരുറവയായി എത്താറുമുണ്ടായിരുന്നു. ഇന്ന് ആ പ്രക്രിയയൊക്കെ മാറിപ്പോയിരിക്കുന്നു എന്ന് മാത്രമല്ല, നിർമ്മാണ പ്രവൃത്തി നടക്കുന്നിടങ്ങളിൽ ഇരട്ടി ക്യാഷ് കൊടുത്ത് പാറപ്പൊടി വാങ്ങാൻ സാധാരണ ജനങ്ങൾ നിർബന്ധിതർ ആകുന്നു. ഈ ഡിമാൻഡ് ഉൾക്കൊണ്ട് പല പാറമടകളും കുന്നുകളും പാറ പൊടിച്ച് മണൽ ആക്കാനുള്ള ധൃതിയിലുമാണ്. നാച്ചുറലായ മണൽ എല്ലാ മഴക്കാലത്തും ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ജലാശയങ്ങളിൽ അടിഞ്ഞുകൂടി സമുദ്രങ്ങൾ നിറഞ്ഞ് പൊങ്ങുകയും ചെയ്യുന്നു. ഈ അവസ്ഥ മാറിയെങ്കിലേ നമ്മുടെ സമുദ്രങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ. നദിക്കരയുടെ ഇരുവശങ്ങളിലും താമസിക്കുന്ന സാധാരണപ്പെട്ട ജനങ്ങൾക്ക് സുരക്ഷിതയുള്ളൂ.